കാലത്തിന്റെ ചക്രങ്ങൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് മാറുമ്പോൾ ഭാഗ്യത്തിന്റെ നക്ഷത്രമായ വ്യാഴം അതിന്റെ ഏറ്റവും തിളക്കമേറിയ സിംഹാസനമായ കർക്കടകം രാശിയിലേക്ക് ഒരു രാജകീയ പ്രവേശനം നടത്താൻ ഒരുങ്ങുകയാണ്. 2025 ഒക്ടോബർ 18 സംഭവിക്കുന്ന ഈ ഗ്രഹസംക്രമണം കേവലം ഒരു ജ്യോതിഷ പ്രതിഭാസം മാത്രമല്ല, മറിച്ച് രേവതി നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സമൃദ്ധിയുടെയും വിജയത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുതുവർഷം കുറിക്കുന്ന സുപ്രധാന നിമിഷമാണ്. വ്യാഴം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ ആകാശത്ത് നിങ്ങളുടെ ഭാഗ്യം തിളങ്ങാൻ പോകുന്നു. അറിവിന്റെയും ധനത്തിന്റെയും സന്തോഷത്തിന്റെയും ഈ മഹാകാരകൻ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം അപ്രതീക്ഷിത ആനുകൂല്യങ്ങൾ ചൊരിയും. കാലങ്ങളായി നിങ്ങൾ കൊതിച്ച നേട്ടങ്ങൾ, കാത്തിരുന്ന അവസരങ്ങൾ, സ്വപ്നം കണ്ട ജീവിതം, ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഈ വ്യാഴമാറ്റം നിങ്ങളെ എങ്ങനെ സഹായിക്കും? ഈ സംക്രമണം രേവതി നക്ഷത്രക്കാർക്ക് കേവലം നല്ല സമയം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന, കഴിവുകളെ മൂർച്ച കൂട്ടുന്ന, ആഗ്രഹങ്ങൾക്ക് നിറം പകരുന്ന ഒരു മാന്ത്രിക സ്പർശമാണ്. തൊഴിലിൽ ഉയർച്ച, സാമ്പത്തിക ഭദ്രത, കുടുംബത്തിൽ ഐശ്വര്യം, ആരോഗ്യപരമായ നേട്ടങ്ങൾ, ആത്മീയമായ ഉണർവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കുന്നു. ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകം രാശിയിൽ വ്യാഴം അതിന്റെ ഏറ്റവും ഉയർന്ന ശക്തിയിലും ശുഭത്വത്തിലുമായിരിക്കും. ഈ ഗ്രഹസ്ഥിതി മീനം രാശിയിൽ ഉൾപ്പെടുന്ന രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സമാനതകളില്ലാത്ത ഉയർച്ചകൾക്കും അഭിവൃദ്ധിക്കും വഴിയൊരുക്കും. രേവതി നക്ഷത്രം ബുധന്റെ നക്ഷത്രമാണ്. വ്യാഴം കർക്കടകത്തിൽ ഉച്ചനാകുമ്പോൾ വ്യാഴത്തിന്റെ സ്വന്തം രാശിയിലുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഇത് ഇരട്ട ഗുണകരമായ ഫലങ്ങൾ നൽകും. വ്യാഴത്തിന്റെ ഈ അനുകൂലമായ സ്ഥാനം രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാൻ സഹായിക്കുമെന്ന് തീർച്ചയാണ്. 2025 ഒക്ടോബർ 18 മുതലുള്ള ഈ കാലഘട്ടം രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെയും വിജയത്തിന്റെയും സുന്ദരമായ നാളുകൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെയും ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുമെന്നും വിശദമായി പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാർ സാധാരണയായി ദയയും സഹാനുഭൂതിയുള്ളവരും സർഗാത്മകതയുള്ളവരും കലയിലും ആത്മീയ കാര്യങ്ങളിലും താല്പര്യമുള്ളവരുമാണ്. ബുദ്ധികൂർമ്മതയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ടാവും. ഈ ഗുണഫലങ്ങളെ വ്യാഴത്തിന്റെ ശുഭസ്വാധീനം എങ്ങനെ പരിപോഷിക്കുന്നുവെന്ന് നോക്കാം. രേവതി നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ 18 മുതലുള്ള വ്യാഴമാറ്റം തൊഴിൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. നിങ്ങളുടെ കഴിവിനും അറിവിനും അനുസരിച്ചുള്ള ഉന്നത സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. ദീർഘകാലമായി ഒരു നല്ല ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ച് പറക്കാൻ സഹായിക്കുന്ന തൊഴിൽ മേഖലകൾ തുറന്നുകിട്ടും. അത്ഭുതകരമായ രീതിയിൽ പുതിയ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയിൽ സംതൃപ്തിയില്ലാത്തവർക്ക് കൂടുതൽ മികച്ചതും വെല്ലുവിളി നിറഞ്ഞതുമായ സാഹചര്യങ്ങളിലേക്ക് മാറാൻ സാധിക്കും. ജോലി ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർക്ക് അതിവേഗത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനവും വിശ്വസ്തതയും മേലുദ്യോഗസ്ഥരാൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെടും. ഇത് പുതിയതും ഉയർന്നതുമായ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കും. ഒരു ടീമിനെ നയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ നേതൃപാടവം എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സമ്മാനിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള കരാറുകൾ, വിദേശ പങ്കാളിത്തങ്ങൾ, വൻകിട നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് അഭൂതപൂർവമായി വികസിപ്പിക്കാൻ സാധിക്കും. മത്സരങ്ങളെ അതിജീവിച്ച് വിപണിയിൽ ഒരു നേതാവായി മാറാനുള്ള കഴിവ് വർദ്ധിക്കും. ദീർഘകാലമായുള്ള ബിസിനസ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. അധ്യാപകർക്കും ഗവേഷകർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഗവേഷണങ്ങളിൽ വിജയിക്കാനും സാധിക്കും. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സമൂഹത്തിൽ നിന്ന് പരമോന്നത ബഹുമാനവും അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ കഴിവുകളും അറിവും പ്രശംസിക്കപ്പെടും. സാമൂഹികവും ഔദ്യോഗികവുമായ തലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനം ഗണ്യമായി ഉയരും. പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇത് വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും പുതിയ സംരംഭങ്ങൾ ധൈര്യസമേതം ഏറ്റെടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും ദൃഢതയും ഉണ്ടാകും. ഇത് വിജയത്തിലേക്ക് നയിക്കും. വ്യാഴം ധനകാരനായതുകൊണ്ട് ഈ രാശിമാറ്റം രേവതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ അഭൂതപൂർവമായി മെച്ചപ്പെടുത്തും. സാമ്പത്തികപരമായ നേട്ടങ്ങളുടെ ഒരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം. വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും. കൂടാതെ പുതിയതും അപ്രതീക്ഷിതവുമായ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട്. ഭാഗ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിനാൽ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലും ചെറിയ വിജയങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം, ക്രിപ്റ്റോ കറൻസികൾ തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ചതും അപ്രതീക്ഷിതവുമായ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായതും വിവേകപൂർണമായതുമായ നിക്ഷേപങ്ങൾ നടത്തുന്നത് അഭികാമ്യം. നിലവിലുള്ള കടബാധ്യതകൾ പൂർണ്ണമായി അടച്ചു തീർക്കാനോ ഗണ്യമായി കുറയ്ക്കാനോ സാധിക്കും. സാമ്പത്തികപരമായ ആസൂത്രണത്തിലൂടെയും വ്യാഴത്തിന്റെ അനുഗ്രഹത്താലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എളുപ്പത്തിൽ കരകയറാൻ കഴിയും. പുതിയ കടങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഒഴിവാകും.
പുതിയ വീട്, വാഹനം, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാനും അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കും. ഇത് ഭാവിക്ക് വേണ്ടി വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. സാമ്പത്തികപരമായ സ്വാതന്ത്ര്യം നേടുന്നതിലേക്ക് ഇത് വഴിയൊരുക്കും. നിങ്ങളുടെ സാമ്പത്തിക ഉന്നതി കുടുംബത്തിന്റെ പൊതുവായ സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവർക്ക് സാമ്പത്തിക പിന്തുണ നൽകാനും സാധിക്കും. രേവതി നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ 18 മുതലുള്ള വ്യാഴമാറ്റം കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും ഐക്യവും നൽകും. ഇത് കുടുംബജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായിരിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ചെറിയ അഭിപ്രായ ഭിന്നതകൾ പോലും ഇല്ലാതാവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കും. വിവാഹം ആഗ്രഹിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ്. നല്ല ഗുണങ്ങളും സ്വഭാവവുമുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് ശക്തമായ സാധ്യതയുണ്ട്. കുട്ടികളുമായി കൂടുതൽ അടുപ്പവും സ്നേഹവും പങ്കിടാൻ സാധിക്കും. കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നുവരാൻ സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷവും ആഘോഷങ്ങളും കൊണ്ടുവരും. പുതിയ ബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടാനും ഒത്തുചേരാനും അവസരങ്ങൾ ഉണ്ടാകും. വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കാനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ സാധിക്കും. ഗ്രഹപ്രവേശത്തിന് സാധ്യതയുണ്ട്. വീടിന്റെ അന്തരീക്ഷം കൂടുതൽ പോസിറ്റീവും ഊർജ്ജസ്വലവുമാകും. മാതാപിതാക്കളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും. അവരുടെ ആരോഗ്യത്തിലും ക്ഷേമത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾക്ക് വഴിയൊരുക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിലും 2025 ഒക്ടോബർ മുതലുള്ള ഈ വ്യാഴമാറ്റം അനുകൂലമായ സ്വാധീനം ചെലുത്തും. മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഇത് ഉത്തമ സമയമാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം ലഭിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജ്ജവും പ്രതിരോധശേഷിയും നൽകും. ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുവെ നല്ല ആരോഗ്യത്തോടെയും ഊർജ്ജത്തോടെയും ഇരിക്കാൻ സാധിക്കും. മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരും ആയിരിക്കും. മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും വിഷാദവും കുറയും. സമാധാനപരമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും തൊഴിൽപരമായ കാര്യങ്ങളെയും ഗുണകരമായി ബാധിക്കും. ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ആരോഗ്യപരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും. പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും യോഗ, ധ്യാനം എന്നിവ പരിശീലിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും. ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നല്ല ചിന്തയോടെ സമീപിക്കാൻ സാധിക്കും. ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ധ്യാനം, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ സാധിക്കും. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും. സന്യാസിമാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം തേടാൻ അവസരമൊരുങ്ങും. വ്യാഴം ദാനധർമ്മങ്ങളെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ആവശ്യക്കാരെ സഹായിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും ഉണ്ടായിരിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരും. ഇത് ആത്മസംതൃപ്തി നൽകും. രേവതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം, യാത്രകൾ, പുതിയ അറിവുകൾ നേടൽ എന്നിവയ്ക്കും ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും. പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഗവേഷണ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണ്. ജീവിതകാലം മുഴുവൻ പഠിക്കാൻ താല്പര്യമുള്ള രേവതി നക്ഷത്രക്കാർക്ക് പുതിയ ഭാഷകൾ പഠിക്കാനും പുതിയ കഴിവുകൾ നേടാനും ഈ സമയം പ്രയോജനപ്പെടുത്താം. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാനും സർട്ടിഫിക്കേഷനുകൾ നേടാനും സാധിക്കും. ഇത് നിങ്ങളുടെ തൊഴിൽപരമായ വളർച്ചയ്ക്ക് സഹായകരമാകും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ പൊതുവെ ഗുണകരമായിരിക്കും. തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും. പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ്. യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും. വിദേശ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും.
പുതിയ നല്ല സുഹൃത്തുക്കളെയും ഉപദേശകരെയും കണ്ടെത്താൻ സാധ്യതയുണ്ട്. അവരുടെ സഹായവും മാർഗനിർദ്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അത് അമിതമായ ആത്മവിശ്വാസത്തിലേക്കും അശ്രദ്ധയിലേക്കും വഴിമാറാതെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടെയും വിദഗ്ധരുടെ ഉപദേശം തേടിയും മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്തുക. ഇത് നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് സഹായകമാകും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മാനസിക സമാധാനവും വ്യക്തതയും നൽകും. ധ്യാനം, പ്രാർത്ഥന, പുണ്യഗ്രന്ഥ പാരായണം എന്നിവ പതിവാക്കുക. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് എന്നും നന്ദിയുള്ളവരായിരിക്കുക. ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല അനുഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും. 2025 ഒക്ടോബർ 18 വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറുകയാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഇത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ്. ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമൃദ്ധി, പുരോഗതി എന്നിവയുടെ ഒരു പുതിയ അധ്യായം കുറിക്കും. ഈ അനുകൂലമായ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.